Hello my dear students, so welcome back once again to Basil's Physics Classroom. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് തെർമൽ പ്രോപ്പർട്ടീസിന്റെ രണ്ടാമത്തെ പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് ഞാൻ കുറച്ച് നാളുകൾ മുമ്പ് ഇട്ടിരുന്നു, സെക്കൻഡ് പാർട്ട് കുറച്ച് ഡിലേ ആയിപ്പോയി. അപ്പോൾ സെക്കൻഡ് പാർട്ടിലേക്ക് ഐ എം കമ്മിങ് ഹിയർ ടുഡേ. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന കലോറിമെട്രിനെ കുറിച്ച് പഠിക്കും, അതുപോലെ അതിന്റെ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുകൂടാതെ നമ്മൾ തെർമൽ കണ്ടക്ടിവിറ്റിനെ കുറിച്ചും നമ്മുടെ സ്റ്റെഫാൻസ് ലോ എന്താണ്, ന്യൂട്ടൺസ് ലോ എന്താണ്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് കലോറിമെട്രി. അപ്പൊ കലോറിമെട്രി എന്ന് പറഞ്ഞാൽ it is a branch of physics which deals with the measurement of the quantity of heat. അതിനെ ഡീൽ ചെയ്യുന്ന ബ്രാഞ്ചിനെയാണ് നമ്മൾ കലോറിമെട്രി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കലോറിമീറ്റർ എന്ന് പറയുന്ന ഡിവൈസ് യൂസ് ചെയ്താണ് നമ്മൾ അത് മെഷർ ചെയ്യുന്നത്, കലോറിമീറ്റർ. അപ്പൊ കലോറിമെട്രിയിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് ദാറ്റ് ഇസ് ദ പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി. ഓക്കെ, പ്രിൻസിപ്പിൾ വളരെ സിമ്പിൾ ആണ്. The heat lost by one body will be equal to the heat absorbed by the other body. ഒരാൾ നഷ്ടപ്പെടുന്നതാണ് മറ്റേയാൾ എന്ത് ചെയ്യുന്നത്, ഗെയിൻ ചെയ്യുന്നത്. Okay, heat lost by one body will be equal to the heat gained by the other body. Okay, and I'm pretty sure that you know what is delta Q. Alright, delta Q എന്ന് പറഞ്ഞാൽ the quantity of heat is equal to mc delta T. ms mass delta T is a difference in temperature. C എന്ന term അറിഞ്ഞിരിക്കണം. C എന്ന് പറഞ്ഞാൽ specific heat എന്നാണ് പറയുന്നത്, specific heat അല്ലെങ്കിൽ specific heat capacity എന്ന് നമ്മൾ പറയും. ഓക്കെ, സി എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഹീറ്റ് അല്ലെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. കൈനറ്റിക് തിയറി പറഞ്ഞപ്പോൾ സിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ, റൈറ്റ്? അപ്പൊ സി സ്പെസിഫിക് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് നീഡഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ്, ഇവിടെ നമുക്ക് എഴുതാം ഡെഫിനിഷൻ, സി ഈസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ എം ഡെൽറ്റ ടി, റൈറ്റ്? ദിസ് ക്വാണ്ടിറ്റി ഓഫ് നീഡഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് a unit mass of a substance through 1 degree Celsius or 1 Kelvin. ഓക്കെ, അപ്പൊ ഇവിടെ തന്നെ അവരുടെ യൂണിറ്റ് നമുക്ക് പറയാം. യൂണിറ്റ് എന്ത് വരും? ജൂൾ പെർ കിലോഗ്രാം പെർ കെൽവിൻ ഓർ പെർ ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അപ്പൊ യൂണിറ്റ് പറഞ്ഞു സ്പെസിഫിക് ഹീറ്റിന്റെ, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ. The quantity of heat needed to raise the temperature of 1 gram of a substance through 1 degree Celsius or 1 Kelvin. അതിനെയാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ടേം മോളാർ സ്പെസിഫിക് ഹീറ്റ് എന്ന് ഡിഫൈൻ ചെയ്യും. മോളാർ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വ്യത്യാസമേ ഉള്ളൂ, മാസിന് പകരം അവിടെ നമ്മൾ n ആയിരിക്കും പറയുന്നത്. ഇറ്റ് ഈസ് എ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 മോൾ ഓർ n മോൾ ഓഫ് എ സബ്സ്റ്റൻസ് ത്രൂ 1 ഡിഗ്രി സെൽഷ്യസ് ഓർ 1 കെൽവിൻ. ഓക്കെ, അപ്പൊ നമ്മൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി പറഞ്ഞു, മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇവിടെ ഡെൽറ്റ ക്യൂ എന്താണെന്ന് നമുക്ക് അറിയാം അല്ലെ? അപ്പൊ ഇവിടുന്ന് പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാം. ഒരിക്കൽ വന്ന ക്വസ്റ്റ്യൻ എന്താണെന്നറിയോ, നമ്മളൊരു കേക്ക് കഴിച്ചു. ഞാൻ ഇനീഷ്യലി രാവിലെ പട്ടിണിയായിരുന്നു, ഭക്ഷണമൊന്നും കഴിച്ചില്ല, ഒരു കേക്ക് കഴിച്ചു. ഈ കേക്ക് കഴിച്ചിട്ട് ഹൗ ഹൈ എ മൗണ്ടൻ ക്യാൻ ഐ ക്ലൈംബ്, എത്ര ഉയരമുള്ള ഒരു മൗണ്ടൻ എനിക്ക് കയറാൻ പറ്റും? അസ്യൂമിങ് ദാറ്റ് എന്റെ കയ്യിലുള്ള എനർജി എന്താണ്, ഈ കേക്ക് കഴിച്ചപ്പോൾ കിട്ടിയ എനർജിയാണ്. അപ്പൊ ഡെൽറ്റ ക്യൂന്റെ എനർജി എന്നോട് ഇക്വേറ്റ് ചെയ്യണം, പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് ഇക്വേറ്റ് ചെയ്യണം. mc delta T is equal to mgh എന്ന് ഇക്വേറ്റ് ചെയ്യണം. അങ്ങനെ പല പല സിറ്റുവേഷൻസിലും ലിങ്ക്ഡ് ക്വസ്റ്റ്യൻസ് വരും ഈ കൺസെപ്റ്റ് യൂസ് ചെയ്ത്. ഓക്കെ, അപ്പൊ ഇവിടെ തിരിച്ചു വരാം. കലോറിമെട്രി, പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി. The heat lost by a body will be equal to the heat gained by the other body. ഓക്കെ, അപ്പൊ ഇവിടെ ലോ ഓഫ് മിക്സ്ചർ എന്ന് വേണമെങ്കിൽ പറയാം. ഒരാൾ നഷ്ടപ്പെടുന്നത് മറ്റൊരാൾ ഗെയിൻ ചെയ്യും, ലോ ഓഫ് മിക്സ്ചർ. അപ്പൊ ലോ ഓഫ് മിക്സ്ചർ വെച്ച് എഴുതുമ്പോൾ ഇങ്ങനെയാണ് എഴുതുന്നത്, m1 c1 ഡെൽറ്റ ടി. അപ്പോ ഡെൽറ്റ ടി എന്ന് പറയുമ്പോൾ ഒരു ഇന്റർമീഡിയറ്റ് ടെമ്പറേച്ചർ റീച്ച് ചെയ്യും ഇവര്. ഒരാളുടെ ടെമ്പറേച്ചർ T1 ആയിരുന്നു, മറ്റൊരു ടെമ്പറേച്ചർ T2 ആയിരുന്നു. മിക്സ് ചെയ്യുമ്പോൾ ഒരു ഇന്റർമീഡിയറ്റ് ടെമ്പറേച്ചർ T. I'm assuming T2 is greater. അങ്ങനെയാണെങ്കിൽ T minus T1 which will be equal to M2C2 T2 minus T. അപ്പോൾ ഈ കൺസെപ്റ്റ് യൂസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് വരാം. ഓക്കെ, പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി ഓർ ലോ ഓഫ് മിക്സ്ചേഴ്സ്. അപ്പോ സ്പെസിഫിക് ഹീറ്റ് എന്താന്ന് പറഞ്ഞു. സ്പെസിഫിക് ഹീറ്റ് പറയുമ്പോൾ ഒരു കാര്യം കൂടി അവിടെ ചേർത്ത് പറയണം, ആൻഡ് ദാറ്റ് ഇസ് അബൌട്ട് ദ ഹീറ്റ് കപ്പാസിറ്റി. ഓക്കെ, അപ്പൊ ഹീറ്റ് കപ്പാസിറ്റി അല്ലെങ്കിൽ തെർമൽ കപ്പാസിറ്റി എന്ന് പറയും. അപ്പൊ ഹീറ്റ് കപ്പാസിറ്റി ഓർ തെർമൽ കപ്പാസിറ്റി നമ്മൾ സാധാരണ H വെച്ചാണ് റെപ്രസെന്റ് ചെയ്യാറ്. ഓക്കെ, അപ്പൊ ഹീറ്റ് കപ്പാസിറ്റി ഓർ തെർമൽ കപ്പാസിറ്റി ഇസ് ആക്ച്വലി M into C. എന്താണ്? The mass into the specific capacity. ഓക്കെ, ഇനി മോളാറിന്റെ ഫോർമുല ആണെങ്കിൽ NC എന്ന് നമുക്ക് പറയാം. അപ്പൊ ഹീറ്റ് കപ്പാസിറ്റി ഓർ സ്പെസിഫിക് തെർമൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? H is equal to MC എന്നാണ് പറയുന്നത്.
Okay. ഇനി ഇവിടെ ഓർത്ത് വെക്കേണ്ട മറ്റൊരു ടേം വാട്ടർ ഈക്വലന്റ്. And there is actually, we can actually establish a relationship between specific heat and water equivalent. Water equivalent എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വളരെ സിമ്പിൾ ആണ്. എത്ര ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ എടുത്താൽ it will have the same specific heat as that of a body. Okay, the amount of water that has the same specific heat as that of a body, അതിനെയാണ് നമ്മൾ വാട്ടർ ഈക്വലന്റ് എന്ന് പറയുന്നത്. Okay, and the water equivalent നമുക്ക് ഇങ്ങനെ എഴുതാം. Suppose my delta Q is this, delta Q is MC delta T ആണെങ്കിൽ water equivalent is actually corresponding to W delta T, which means water equivalent എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ H ആണ് അല്ലെങ്കിൽ MC ആണ് നമ്മുടെ വാട്ടർ ഈക്വലന്റ് എന്ന് പറഞ്ഞാൽ. ആക്ച്വലി വെയിറ്റ് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഹീറ്റ് കപ്പാസിറ്റിയുടെ യൂണിറ്റ് കൂടി പറഞ്ഞാലോ, മാസും ഉണ്ട് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഉണ്ട് അല്ലെ, മാസും ഉണ്ട് സ്പെസിഫിക് ഹീറ്റും ഉണ്ട്. സ്പെസിഫിക് ഹീറ്റിനെ ഓൾറെഡി നമ്മൾ കുറച്ചും എഴുതി അല്ലെ. വാട്ട് വാസ് ദാറ്റ്? എന്തായിരുന്നു? ജൂൾ പെർ കിലോഗ്രാം പെർ കെൽവിൻ. അപ്പൊ ഇവിടെ ഒരു മാസ് ഇൻറ്റു ചെയ്യുന്നതുകൊണ്ട് ജൂൾ പെർ കെൽവിൻ മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് ദ യൂണിറ്റ് ഫോർ ഹീറ്റ് കപ്പാസിറ്റി. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ, ഡൗട്ട് ഇല്ലല്ലോ. അടുത്തത് ലേറ്റന്റ് ഹീറ്റ്. ലേറ്റന്റ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഹീറ്റ് റിക്വയർഡ് ഫോർ എ സ്റ്റേറ്റ് ചേഞ്ച്. ഈ സ്റ്റേറ്റ് ചേഞ്ച് നടക്കുന്നത് ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലായിരിക്കും ഈ സ്റ്റേറ്റ് ചേഞ്ച് നടക്കാൻ പോകുന്നത്. അപ്പൊ ലേറ്റന്റ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായി. ലേറ്റന്റ് ഹീറ്റ് രണ്ട് ടൈപ്സ് ഉണ്ട്. ഒന്ന്, വി ഹാവ് ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. രണ്ട്, വി ഹാവ് ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. 0 ഡിഗ്രിയിൽ ഇരിക്കുന്ന ഐസ് 0 ഡിഗ്രിയിൽ ഉള്ള വെള്ളമാകാൻ ആവശ്യമുള്ള ഹീറ്റ് എനർജി, അല്ലെങ്കിൽ 0 ഡിഗ്രിയിലുള്ള വാട്ടർ 0 ഡിഗ്രിയിലുള്ള ഐസ് ആകാൻ ആവശ്യമുള്ള ഹീറ്റ് എനർജി, the quantity of heat needed for that, അതിനെയാണ് latent heat of fusion എന്ന് പറയുന്നത്. And the latent heat of fusion value LF is actually equal to 80 calories per gram. ഒരു ഗ്രാമിന് 80 calories. Okay, vaporization. Latent heat of vaporization എന്ന് പറഞ്ഞാൽ 1 gram water at 100 degree Celsius 1 gram vapor at 100 degree Celsius ആകാനുള്ള quantity of heat. അല്ലെങ്കിൽ 100 ഡിഗ്രി സെൽഷ്യസിലുള്ള വേപ്പർ 100 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ ആകാൻ ആവശ്യമുള്ള ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ്. അപ്പൊ ഈ രണ്ട് കേസിലും സ്റ്റേറ്റ് ചേഞ്ച് ആണ് നടക്കുന്നത്. പക്ഷെ ഈ സ്റ്റേറ്റ് ചേഞ്ച് നടക്കുമ്പോൾ അവിടെ എന്ത് മാറുന്നില്ല? ടെമ്പറേച്ചർ മാറുന്നില്ല. ടെമ്പറേച്ചർ റിമെയിൻസ് എ കോൺസ്റ്റന്റ്. മറക്കരുത്, ടെമ്പറേച്ചർ റിമെയിൻസ് എ കോൺസ്റ്റന്റ്. അവിടെ നടക്കുന്നത് സ്റ്റേറ്റ് ചേഞ്ച് ആണ്. ഓക്കെ, അപ്പോൾ ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ വാല്യൂ LV എന്ന് പറഞ്ഞാൽ ഏകദേശം 540 calories per gram. എത്രയാണ്? 540 calories per gram. And also remember, ഇനി ക്വസ്റ്റ്യൻ എങ്ങനെ SI യൂണിറ്റിലാണ് ആൻസേഴ്സ് കിടക്കുന്നതെങ്കിൽ please remember that 1 calorie is actually equal to 4.2 joules approx. 1 calorie is equal to 4.2 joules എന്ന റിലേഷൻ ഓർത്ത് വെക്കുക. കൺവേർട്ട് ചെയ്യേണ്ട വന്നാൽ we have to convert. And don't forget to convert this gram term also. Okay, gram kilogram ആക്കാൻ നിങ്ങൾക്ക് അറിയാം അല്ലേ? Okay, അപ്പോൾ latent heat of fusion and latent heat of vaporization. Okay, അപ്പോൾ ഈ കൺസെപ്റ്റ് കൂടുതൽ മനസ്സിലാക്കാൻ നമുക്ക് 1-2-3 ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ആ കൺസെപ്റ്റ് കൂടുതൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. Okay, so moving on to the first question. A copper block of mass 2.5 kilogram is heated in a furnace to a temperature of 500 degrees Celsius and then placed on a large ice block. The maximum amount of ice that can melt is specific heat of copper and latent heat of fusion of water is given. ഈ ക്വസ്റ്റ്യൻ എന്താ ചെയ്യുന്നത്? ഒരു കോപ്പർ ബ്ലോക്ക് എടുത്തിട്ട്, കോപ്പർ ബ്ലോക്കിന്റെ ടെമ്പറേച്ചർ 500 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇത് നമ്മൾ ഒരു ഐസിന്റെ മുകളിൽ വെച്ചു അല്ലെ. കോപ്പർ ബ്ലോക്ക് എടുത്ത് ഐസിന്റെ മുകളിൽ വെച്ചു. അപ്പൊ ഐസിന്റെ ടെമ്പറേച്ചർ എന്താ? ഐസ് എന്ന് പറയുമ്പോൾ 0 ഡിഗ്രി സെൽഷ്യസ്. പ്രത്യേകിച്ച് എടുത്ത് പറയാത്തതുകൊണ്ട് 0 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അപ്പൊ ഐസിന്റെ ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇവന്റെ ടെമ്പറേച്ചർ 500 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ ഇവനെ എടുത്ത് ഇവിടെ കൊണ്ട് വെക്കുമ്പോൾ there is a transfer of heat that is going to take place. നമ്മൾ കണ്ടുപിടിക്കുന്നത് what is the mass of ice that is melting there. Okay, അപ്പോൾ നമുക്കറിയാം ഇവൻ ഐസ് മെൽറ്റ് ആകുക എന്ന് പറഞ്ഞാൽ there is a state change taking place there. സ്റ്റേറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെൽറ്റ ക്യൂ will correspond to സ്റ്റേറ്റ് ചേഞ്ച് ആണെങ്കിൽ MLF. LFയുടെ കാരണം ഐസ് മെൽറ്റ് ആകുന്നു, latent heat of fusion. Okay, ഇനി ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ്. അപ്പൊ ആരാണ് എനർജി കൊടുക്കുന്നത്? നമ്മുടെ കോപ്പർ ആണ് ഹീറ്റ് എനർജി കൊടുക്കുന്നത്. ആർക്ക്? ഐസിന് കൊടുക്കുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് കലോറിമെട്രി യൂസ് ചെയ്യാം. ഡെൽറ്റ Q1 is equal to ഡെൽറ്റ Q2. അപ്പൊ മാസ് ഇൻടു LF
which is equal to നമുക്ക് M1 എന്ന് വിളിക്കാം. M1 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡെൽറ്റ Q2 എന്ന് പറഞ്ഞാൽ കോപ്പറിന്റെ MC സ്പെസിഫിക് അറിയാം 0.39 ജൂൾ പെർ ഗ്രാം. യൂണിറ്റ് ഇടാം കാരണം ഗ്രാം ആണ്, കൺവേർട്ട് ചെയ്യണമെന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, ഇൻറ്റു ഡെൽറ്റ ടി. ഡെൽറ്റ ടി എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ 500 ആയിരുന്നു, അത് എന്തായി മാറുന്നു? 0 ആകുന്നു അല്ലെ, കാരണം ഐസിന്റെ 0 ആണ്. സോ വിച്ച് മീൻസ് LF ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 335 ജൂൾ പെർ ഗ്രാം. അപ്പൊ ഈ 2 ജൂൾ പെർ ഗ്രാം ക്യാൻസൽ ആയി പോയിക്കോളും. സോ M1 is equal to 2.5 into 0.39 into 500 divided by 335. Okay, ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. സോൾവ് ചെയ്യുമ്പോൾ you will be getting answers 1.45 kilogram. 1.45 approx ആണ്. 1.45 kilogram എന്ന ആൻസർ കിട്ടും. അപ്പൊ ഇവിടെ കോപ്പറിൽ നിന്നുള്ള ഹീറ്റ് എനർജി എങ്ങോട്ട് പോയി? ഐസിലേക്ക്. ആൻഡ് ദ ഐസ് ഇസ് ഗെറ്റിംഗ് കൺവേർട്ടഡ് ഇൻടു വാട്ടർ. ഇറ്റ് ഇസ് മെൽറ്റിംഗ്. ഓക്കെ, അപ്പൊ ഇത്രയും കിലോഗ്രാം ഓഫ് ഐസിന് മെൽറ്റ് ചെയ്യാൻ പറ്റും ഇഫ് ഇറ്റ് ഇസ് യൂസിങ് ദ ഫുൾ എനർജി. അപ്പൊ ഈ കോപ്പറിനുള്ള ഫുൾ എനർജി ഉപയോഗിച്ച് 500 ഡിഗ്രി സെൽഷ്യസിലുള്ള കോപ്പറിന്റെ ഫുൾ എനർജി ഉപയോഗിച്ച് ഇത്രയും കിലോഗ്രാം ഓഫ് ഐസിന് എന്ത് ചെയ്യാൻ പറ്റും? മെൽറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് മെൽറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞുള്ളൂ. ഇത്രയും കിലോഗ്രാം ഐസിനെ മെൽറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലെ? ഓക്കെ, സോ മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് റിലീസ്ഡ് if 100 gram ice at minus 10 degrees Celsius is converted into 120 degrees Celsius 100 grams steam. ഈ ക്വസ്റ്റ്യൻ എന്താ തന്നിട്ടുള്ളത്? 100 ഗ്രാംസ് ഐസ് ഉണ്ടായിരുന്നു -10 ഡിഗ്രി സെൽഷ്യസിൽ ഇരുന്നത്. അപ്പൊ 100 ഗ്രാം സ്റ്റീം ആയി മാറണം. ടെമ്പറേച്ചർ എത്രയാ? 120 ഡിഗ്രി സെൽഷ്യസ്. ടോട്ടൽ എമൗണ്ട് ഓഫ് എനർജി നീഡഡ് ഫോർ ദാറ്റ് അല്ലെ. അപ്പൊ ആദ്യത്തെ പ്രോസസ് എന്താണെന്ന് അറിയോ? -10 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ഐസിനെ 0 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ഐസ് ആക്കി മാറ്റണം. ഓക്കെ, അടുത്തത് 0 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ഐസിനെ 0 ഡിഗ്രിയിലുള്ള വാട്ടർ ആക്കി മാറ്റണം. ഓക്കെ, അടുത്തത് 0 ഡിഗ്രിയിലുള്ള വാട്ടറിനെ 100 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ ആക്കി മാറ്റണം. ഓക്കെ, അടുത്തത് 100 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടറിനെ 100 ഡിഗ്രി സെൽഷ്യസിലുള്ള സ്റ്റീം ആക്കി മാറ്റണം. ഓക്കെ, അടുത്തത് 100 ഡിഗ്രി സെൽഷ്യസിലുള്ള സ്റ്റീമിനെ 120 ഡിഗ്രി സെൽഷ്യസിലുള്ള സ്റ്റീം ആക്കി മാറ്റണം. അപ്പൊ ഇത്രയും പ്രോസസ്സസ് ഉണ്ട് ഇവിടെ നമുക്ക് ചെയ്യാൻ. ഓക്കെ, 5 സ്റ്റെപ്സ് ഉണ്ട്. 5 സ്റ്റെപ്സും ചെയ്യുമ്പോഴേ നമുക്ക് ഉത്തരം കിട്ടത്തുള്ളൂ. ഫൈൻ, ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്ത് നോക്കിയാലോ? ഫസ്റ്റ് സ്റ്റെപ്പോട് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക്. റൈറ്റ്, ശ്രദ്ധിച്ചിരുന്നോളാം. ആദ്യം ഐസിനെ എന്താക്കുന്നു? 0 ഡിഗ്രിയിലുള്ള ഐസ് ആക്കുന്നു. അപ്പൊ ഡെൽറ്റ Q1 is equal to MC ഡെൽറ്റ T ആണ് ഫോർമുല. മാസ് എത്രയാ? 100 ആണെന്ന് അറിയാം. സ്പെസിഫിക് ഹീറ്റ് ഓഫ് ഐസ് എന്ന് പറയുന്നത് ഹാഫ് ആണ്, അല്ലെങ്കിൽ 0.5 ഹാഫ്. ഡെൽറ്റ ടി എത്ര വരും? 0 അല്ലെ. 0 മൈനസ് 10 അപ്പോ 10 വരും. ഡെൽറ്റ ടി ടെമ്പറേച്ചർ ഡിഫറൻസ് 0 മൈനസ് 10 അപ്പൊ 10 വരും. This will be 5, so that will be 500 യൂണിറ്റ് എന്താ? യൂണിറ്റ് എന്താ? കാലറീസ്. 500 കാലറീസ്. ഓക്കെ, അപ്പൊ ഡെൽറ്റ Q1 കിട്ടി. അടുത്തത് ഡെൽറ്റ Q2 കണ്ടുപിടിക്കണം. ഡെൽറ്റ Q2 ഐസ് വാട്ടർ ആകുന്നു എന്നാ പറയുന്നത്. അപ്പൊ അവിടെ നടക്കുന്ന സ്റ്റേറ്റ് ചേഞ്ച് ആണ് അല്ലെ. സ്റ്റേറ്റ് ചേഞ്ച് നടക്കുന്നു. അപ്പോ LF into 100 MLF അതാണ് ഫോർമുല. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു LF എത്രയാ? ലെറ്റന്റ് ഫ്യൂഷൻ 80 ആണ് നേരത്തെ പറഞ്ഞു. into 100 that will be 8000 calorie. നെക്സ്റ്റ് ഈ അടുത്ത സ്റ്റെപ്പ് ഡെൽറ്റ Q2. അതിലെന്താ സംഭവിക്കുന്നത്? 0 ഡിഗ്രി ഉള്ള വെള്ളം 100 ഡിഗ്രി വെള്ളം ആകണം. അഗൈൻ ഡെൽറ്റ Q3 is equal to MC delta T. That will be 100 into specific heat of water 1 ആണ്. ഓർക്കണം, specific heat of water 1 ആണ്. into delta T 100 minus 0 100 വരും. That will be 10000 calories. Okay, ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ വരുന്നത്? അടുത്ത സ്റ്റെപ്പില് Q4 അല്ലെ. Q4 എന്താ വരുന്നത്? 100 ഡിഗ്രി സെൽഷ്യസ് വാട്ടർ 100 ഡിഗ്രി സ്റ്റീം ആകണം. and that will be delta Q4 which is equal to latent heat of vaporization 100 into 540 latent heat of vaporization MLV
അപ്പോൾ 54,000 calories. Okay. In delta Q5, അടുത്ത സ്റ്റെപ്പ്. അടുത്ത സ്റ്റെപ്പിൽ 100 ഡിഗ്രി സെൽഷ്യസ് സ്റ്റീം 120 ഡിഗ്രി സെൽഷ്യസ് സ്റ്റീം ആവണം. സ്റ്റീമിന്റെ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറഞ്ഞാൽ 0.46 ആണ് കേട്ടോ. സ്റ്റീമിന്റെ 0.46, ഐസിന്റെ 1/2 അല്ലെങ്കിൽ 0.5, വെള്ളത്തിന്റെ വാട്ടറിന്റെ 1 ആണ്, സ്റ്റീമിന്റെ 0.46 അറിയുന്നത്. അപ്പോ 100 into 0.46 mc delta T 20, and this will be what? 46 2s are 90, 92 അല്ലേ? അപ്പൊ 92 0 അപ്പൊ 920 calories. കറക്റ്റ് അല്ലേ? ഓക്കെ. 0.46 into 22 എന്ന് പറയുമ്പോൾ 0.92 വരും. 920 calorie. അപ്പൊ Q1 കിട്ടി, Q2 കിട്ടി, Q3 കിട്ടി, Q4 കിട്ടി, Q5 കിട്ടി, and finally ആൻസർ എന്ത് ചെയ്യണം? എല്ലാം ആഡ് ചെയ്യുക and you get the final answer. ഇത്രയേ ഉള്ളൂ. ഓക്കെ. സോ മെത്തേഡ് മനസ്സിലായല്ലോ. അപ്പൊ ഓരോ സ്റ്റെപ്പും എഴുതണം, ഓരോ സ്റ്റെപ്പിനെയും കണ്ടുപിടിക്കണം, എന്നിട്ട് ടോട്ടൽ ചെയ്താൽ നമുക്ക് ഫൈനൽ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് കിട്ടും. ഓക്കെ. മെത്തേഡ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ, ഇങ്ങനെ ബെസ്റ്റ് ഒന്നും പ്രതീക്ഷിക്കേണ്ട. മെത്തേഡ് മനസ്സിലാക്കാൻ വേണ്ടി ഇത് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ. സോ മൂവിംഗ് ഓൺ ടു വൺ മോർ ക്വസ്റ്റ്യൻ. A lead ball at 30 degrees Celsius is dropped from a height of 6.2 km. The ball is heated due to the air resistance and it completely melts just before reaching the ground. The molten substance falls slowly on the ground. Calculate the latent heat of fusion of lead. Specific heat capacity of lead 126 joule per kilogram degree Celsius. Melting point of lead 330 degrees Celsius. Assume that any mechanical energy lost was used to heat the ball. ഈ ക്വസ്റ്റ്യൻ എന്താ വരുന്നത്? എനർജി കൺസർവേഷൻ പ്രിൻസിപ്പിൾസിന്റെ യൂസ് ഇവിടെ വേണം. 30 ഡിഗ്രി സെൽഷ്യസിലുള്ള ഒരു ബോള് മുകളിൽ നിന്ന് താഴത്തേക്ക് വീഴുവാണ്. എത്ര ഹൈറ്റിൽ നിന്ന്? 6.2 കിലോമീറ്ററിൽ നിന്ന്. അപ്പൊ അവർ പറയുന്ന ഒരു കാര്യം, ഗ്രൗണ്ടിൽ വളരെ സ്ലോ ആയിട്ടാണ് വീഴുന്നത്. അപ്പൊ കൈനറ്റിക് എനർജിയുടെ കാര്യം ഡോണ്ട് വറി അബൌട്ട്. സോ നൗ അവിടെ ലോസ് ആവുന്ന മെക്കാനിക്കൽ എനർജി മൊത്തം ഹീറ്റ് എനർജി ആയിട്ടാണ് മാറുന്നതെന്നും പറയുന്നുണ്ട് അല്ലെ? അപ്പൊ ഒരു ഹൈറ്റിൽ നിന്ന് ഒരു ബോൾ ഡ്രോപ്പ് ചെയ്യുമ്പോൾ വാട്ട് ഈസ് ഹാപ്പനിങ് ഇസ് ഇറ്റ് ഓൾറെഡി ഹാസ് സം എനർജി. എന്ത് എനർജി? പൊട്ടൻഷ്യൽ എനർജി mgh ഉണ്ട്. ഈ mgh എന്തിനു യൂസ് ചെയ്യും? 30 ഡിഗ്രി സെൽഷ്യസ് എന്ന ടെമ്പറേച്ചർ 330 ഡിഗ്രി സെൽഷ്യസ് എത്തണം, കാരണം എന്നാലേ ഇവൻ മെൽറ്റ് ചെയ്യത്തുള്ളൂ. അപ്പൊ ഒന്നാമത്തെ പർപ്പസ് എന്താണ്? 30 ഡിഗ്രി സെൽഷ്യസിനെ 330 ഡിഗ്രി സെൽഷ്യസിൽ എത്തിക്കാൻ. സോ ഡെൽറ്റ Q which corresponds to mc delta T പ്ലസ് ഒരു കാര്യം കൂടിയുണ്ട്. 330 എത്തു മാത്രമല്ല ചെയ്ത്, അത് മെൽറ്റ് ആയി എന്ന് പറയുന്നുണ്ട് അല്ലെ? മെൽറ്റ് ആയാൽ ഇറ്റ് ഇസ് എ സ്റ്റേറ്റ് ചേഞ്ച്. സ്റ്റേറ്റ് ചേഞ്ച് എന്ന് പറയുമ്പോൾ ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ മെൽറ്റ് ആവുകയാണ് ചെയ്തത്, which means m into LF. കണ്ടുപിടിക്കേണ്ടത് ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷന്റെ വാല്യൂ ആണ്. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. സോ m എല്ലായിടത്തും നമുക്ക് ക്യാൻസൽ ആയി പോയി. h നമുക്കറിയാം, h 6.2 കിലോമീറ്റേഴ്സ് ആൻഡ് g നമുക്ക് 10 എടുക്കാം, റൈറ്റ്? സോ കിലോമീറ്റേഴ്സ് ആണ്, പിന്നെ 10⁻³ ഇവിടെ 10⁻⁴ വരും. That is equal to C delta T. C is given as 126 joule per kilogram into m എത്രയാണ്? m പോയല്ലോ. ഡെൽറ്റ ടി എന്ന് പറയുമ്പോൾ 330 minus 30. 30 ആയത് 330 ആയല്ലോ. അപ്പൊ 330 minus 30. That is the difference. അപ്പൊ 300 വരും. പ്ലസ് LF ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 126 into 300 എത്രയാണ് നോക്കാം. 126 into 3 എന്ന് പറയുമ്പോൾ 6 is 18, 3 is 6, 7, 3 1s are 3 7, okay, 0 0 വരും. അപ്പൊ 3.78. സോ ഇങ്ങനെ എഴുതാം, 6.2 into 10⁻⁴ minus 3.78 into 10⁻⁴, which is equal to LF. Okay, സബ്ട്രാക്ട് ചെയ്ത് നോക്കാം നമുക്ക്. അപ്പൊ 6.2 minus 3.78 എന്ന് പറയുമ്പോൾ that will be 2 11 വരും, 4 2 2.42 10⁻⁴ ഉണ്ട്, ഒരു 0 കൊടുത്തു. that will be 24.2 kilojoule per എന്താണ്? kilogram. That is the value for latent heat of fusion. Okay, but latent heat of fusion value എന്താണ്? 24.2 kilojoule per kilogram. അതാണ് latent heat of fusion വാല്യൂ വരുന്നത്.
ഈ കൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോ ഇവിടെ എനർജി കൺസർവേഷൻ ആണ് ബേസിക് ഐഡിയ. അപ്പൊ MgH ഹൈറ്റിലുള്ള എനർജി എന്തായി മാറി? രണ്ട് കാര്യങ്ങൾക്ക് അത് യൂസ് ചെയ്തു. ഒന്ന് 30 ഡിഗ്രി സെൽഷ്യസിനെ 330 ഡിഗ്രി സെൽഷ്യസ് ആക്കാൻ, രണ്ട് ഫോർ എ സ്റ്റേറ്റ് ചേഞ്ച്. സ്റ്റേറ്റ് ചേഞ്ച് ആയതുകൊണ്ടാണ് MLF യൂസ് ചെയ്തത്. ഓക്കെ, സോ ഐ ഹോപ്പ് ദ കണ്ടീഷൻ ഇസ് ക്ലിയർ ഫോർ യു. ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ, അടുത്ത നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫറിലേക്ക് പോകാം. ഹീറ്റ് ട്രാൻസ്ഫർ മെയിൻ ആയിട്ട് 3 പ്രോസസ് ആണുള്ളത്. ഞാൻ ഇപ്പൊ പറഞ്ഞതുപോലെ കൺവെൻഷൻ, കണ്ടക്ഷൻ ആൻഡ് റേഡിയേഷൻ. കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം വേണം. അപ്പൊ കണ്ടക്ഷനിൽ ഒരു ഫിസിക്കൽ മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് ഒന്നുമില്ല. ഒരു എൻഡിൽ നമ്മളിപ്പോ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മെത്തേഡ് ഓഫ് കണ്ടക്ഷൻ ഈ ടെമ്പറേച്ചർ ഇവിടെ എത്തും ബൈ ദ പ്രോസസ് ഓഫ് കണ്ടക്ഷൻ. ഓക്കെ, കൺവെൻഷൻ ആണെങ്കിൽ ദർ ഇസ് ആക്ച്വലി എ ഫ്ലോ ഓഫ് ദ മീഡിയം. മീഡിയത്തിന് ഒരു മൂവ്മെന്റ് ഉണ്ട്. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളൊരു പോട്ട് എടുത്തു, പോട്ടിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചു. വെള്ളം തിളപ്പിക്കാൻ വെച്ച് കഴിയുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് താഴത്തെയുള്ള ലിക്വിഡ് ലെയേഴ്സ് ആദ്യം ചൂടാവും, ഇറ്റ് റൈസസ് അപ്പ്, അത് മുകളിലേക്ക് പോകും. അപ്പൊ തണുത്ത ലെയർ താഴത്തേക്ക് വരും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഈ വാട്ടർ ഇസ് ഗെറ്റിംഗ് ബോയിൽഡ് ഓവർ ദെയർ. അപ്പൊ അവിടെ കൺവെൻഷൻ മെത്തേഡ് ആണ് വരുന്നത്, കൺവെക്ഷൻ മെത്തേഡ് ആണ് വരുന്നത്. ഇനി മൂന്നാമത് റേഡിയേഷൻ. റേഡിയേഷൻ എന്ന് പറയുമ്പോൾ അവിടെ മീഡിയം ആവശ്യമൊന്നുമില്ല. റേഡിയേഷൻ വിൽ ബി ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. ഓക്കെ, അപ്പൊ 3 മെത്തേഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഏതൊക്കെയാണ്? കണ്ടക്ഷൻ, കൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ. ആദ്യം നമുക്ക് കണ്ടക്ഷൻ എന്താണ് അതിന്റെ കാര്യങ്ങളൊക്കെ പറയാം. കണ്ടക്ഷൻ പറയുമ്പോൾ നിങ്ങൾ മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ടത് ഒരു തെർമൽ കണ്ടക്ടിവിറ്റി എന്നൊരു ടേം ആണ്. എന്താണ് തെർമൽ കണ്ടക്ടിവിറ്റി? നൗ സപ്പോസ് ഐ ആം ടേക്കിംഗ് എ റോഡ്. ഞാനൊരു ക്രോസ് സെക്ഷൻ ഉള്ള ഒരു റോഡ് എടുത്തു. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A, ലെങ്ത് L. ഓക്കെ, ഒരു സൈഡ് ടെമ്പറേച്ചർ T1, മറ്റേ സൈഡ് ടെമ്പറേച്ചർ T2. ഈ റോഡിന് ഒരു സ്പെസിഫിക് ടേം ഞാൻ ഡിഫൈൻ ചെയ്യും, കോയിഫിഷ്യന്റ് ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി K. എന്താണ് കോയിഫിഷ്യന്റ് ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി? K. മെറ്റീരിയൽ സ്പെസിഫിക് ആയിരിക്കും. ഓക്കെ, നൗ the rate of heat flow or the amount of heat flow dq by dt will be equal to, ഇതിലൂടെയുള്ള amount of heat flow dq by dt will be equal to Ka delta T by L. Ka delta T by L ആയിരിക്കും the amount of heat flow എന്ന് പറയുന്നത്. ഓക്കെ, സപ്പോസ് രണ്ടുപേർ ഇങ്ങനെ ജോയിൻ ചെയ്ത് വെച്ചേക്കുവാണ്. ഇത് T1, ഇത് T അറിയത്തില്ല, ഇത് T2. സ്റ്റഡി ഫ്ലോ എന്ന കണ്ടീഷൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്നറിയോ? ഇവിടെ dq by dt യും ഇവിടത്തെ dq by dt യും ഈക്വൽ ആയിരിക്കും. അപ്പോ ഇത് ഇക്വേറ്റ് ചെയ്യാം. ഇവിടത്തെ dq by dt is equal to ഇവിടത്തെ dq by dt. ഡെൽറ്റ ടി ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്. അപ്പൊ ഇവിടത്തെ എടുക്കുമ്പോൾ T മൈനസ് T1 എന്നും ഇവിടത്തെ എടുക്കുമ്പോൾ T2 മൈനസ് T എന്നും വരും. അത് വെച്ച് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പ്രോബ്ലം ഈസിലി സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇവിടെ ഒരു ടേം L by Ka. ഇവിടുന്ന് L by Ka നെ നമ്മൾ വിളിക്കുന്ന പേര് തെർമൽ റെസിസ്റ്റൻസ് എന്നാണ് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് എന്നാണ് L by Ka നെ വിളിക്കുന്നത്. ഓക്കെ, ഇനി നമ്മുടെ രണ്ട് റോഡ് പാരലൽ അല്ലെങ്കിൽ സീരീസ് കോമ്പിനേഷൻ വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഇസ് ദ റിസൾട്ട് ഇൻ തെർമൽ കണ്ടക്ടിവിറ്റി? ഇപ്പൊ ഇവന്റെ K1 ഇവന്റെ K2 ആണെങ്കിൽ സീരീസ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ സീരീസ് കോമ്പിനേഷൻ. സീരീസ് ആണെങ്കിൽ ഇവന്റെ L1 ഇവന്റെ ലെങ്ത് L2 എടുക്കാം. Series ആണെങ്കിൽ K equivalent will be L1 plus L2 divided by L1 by K1 plus L2 by K2 ആയിരിക്കും. Okay, or if L1 equal to L2 ആണെങ്കിലോ this will be 2 divided by L1 L2 cancel ആയി പോയി. K1 plus K2 by K1 K2. K equivalent will be 2 K1 K2 by K1 plus K2. അതുപോലെ ഇത് പാരലൽ ആണെങ്കിൽ അപ്പൊ ഇവിടെ ഞാനൊരു കാര്യം എടുത്തത്, ഇവിടെ രണ്ടുപേരുടെയും ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ സെയിം ആണ് കേട്ടോ. രണ്ടുപേരുടെയും ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ സെയിം ആണ്. അല്ലെങ്കിൽ നിങ്ങൾ നോർമൽ കേസ് ചെയ്യുന്ന പോലെ K കണ്ടുപിടിച്ചിട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി രണ്ടുപേര് പാരലൽ ആണെങ്കിൽ അപ്പൊ ഇവിടെ ക്രോസ് സെക്ഷൻ A1 ഇവിടെ ക്രോസ് സെക്ഷൻ A2 ആണ്. രണ്ടുപേരുടെ ലെങ്ത് L ആയിട്ട്. അപ്പൊ പാരലൽ ആണെങ്കിൽ K will be corresponding to K1 A1 plus K2 A2 divided by A1 plus A2. Okay, but A1 is equal to A2 ആണെങ്കിൽ this will be simply K1 plus K2 by 2. So series combination ഓർത്തിരിക്കുക, parallel combination ഓർത്തിരിക്കുക. Okay, ഇനി മറ്റൊരു കാര്യം നമ്മൾ ജംഗ്ഷൻ റൂൾ പഠിക്കുന്നുണ്ട്. കിർച്ചോഫ്സ് ബേസ് ചെയ്ത് ജംഗ്ഷൻ റൂൾ പഠിക്കുന്നുണ്ട്. അത് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ആപ്ലിക്കബിൾ ആയിട്ട് എടുക്കാം. നമ്മുടെ ഹീറ്റ് കറന്റ് എന്നൊരു ടേം നമുക്ക് ഇവിടെ ഡിഫൈൻ ചെയ്യാം. ഹീറ്റ് കറന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ആക്ച്വലി ഡെൽറ്റ ടി ബൈ ആർ. ഡെൽറ്റ ടി ബൈ ആർ. ആർ എന്താണ്? കുറച്ചും എഴുതി. ആർ തെർമൽ റെസിസ്റ്റൻസ് എന്താണ്? L by K. അപ്പൊ L by K സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമ്മുടെ സംഭവം കിട്ടും അല്ലെ? അപ്പൊ നോക്കാം നമുക്ക് ഡെൽറ്റ ടി L K.
അപ്പൊ എച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എമൗണ്ട് ഓഫ് ഹീറ്റ് ഫ്ലോയിങ്, റേറ്റ് ഓഫ് ഹീറ്റ് ഫ്ലോ ആണ് എച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഹീറ്റ് കറന്റ് എന്ന് പറഞ്ഞാൽ അതിനെ അപ്പൊ ഹീറ്റ് കറന്റ് എന്ന് വിളിക്കാം. എന്തിനെ? റേറ്റ് ഓഫ് ഹീറ്റ് ഫ്ലോയിനെ. അപ്പൊ ഹീറ്റ് കറന്റ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ടി ബൈ ആർ. ആർ തെർമൽ റെസിസ്റ്റൻസ് വിച്ച് ഇസ് എൽ ബൈ കെ. അപ്പൊ ഇത് എന്തിനോട് സിമിലർ ആണ്? നമ്മുടെ ഓംസ് ലോ വെച്ച് കമ്പയർ ചെയ്യാം. നമുക്ക് ഐ ഇസ് ഈക്വൽ ടു വി ബൈ ആർ വെച്ച് കമ്പയർ ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു കമ്പാരിസൺ കൂടി ഇവിടെ ഓർത്ത് വെക്കുക. അപ്പൊ സപ്പോസ് ഇങ്ങനെ ഒരു ബ്രാഞ്ച് നമ്മുടെ കയ്യിലുണ്ടെന്ന് വിചാരിച്ചു. ഇതിലൂടെ I1, ഇതിലൂടെ I2 ആണ് ഈ കറന്റ്, ഇത് I3. സോ ഹിയർ വി ക്യാൻ ഓൾസോ റൈറ്റ് I1 is equal to I2 plus I3. നമ്മുടെ ജംഗ്ഷൻ റൂള് അല്ലെ? ഈ ജംഗ്ഷൻ റൂള് നമുക്ക് എന്താ എഴുതാം? H1 is equal to H2 plus H3 എന്ന്, H1 is equal to H2 plus H3 എന്ന് നമുക്ക് എഴുതാം. നമ്മുടെ ജംഗ്ഷൻ റൂള് ക്രിച്ചോസ് പറയുന്ന പോലെ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മെയിൻ ആയിട്ട് ഓർത്ത് വെക്കുക. ഇനിയും കുറച്ച് കണ്ടീഷൻസ്, കുറച്ച് ഇമ്പോർട്ടൻസ് ഇക്വേഷൻസ്, അതുപോലെ റേഡിയേഷൻ ബേസ് വരുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് ലോസ് നമുക്ക് ഇനി കാണാം. ഓക്കെ, അടുത്തത് നമുക്കിപ്പോ ബോർഡിലുള്ളത് ടൈമിന്റെ ഇക്വേഷൻ ആണ്. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോണ്ടിൽ അല്ലെങ്കിൽ ലേക്കില് ഐസ് ലെയർ ഫോം ചെയ്യാനുള്ള, തിക്നെസ് ഫോം ചെയ്യാനുള്ള ടൈം എത്രയാണെന്നുള്ള ഇക്വേഷൻ ആണ്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് ഇക്വേഷൻ ഇവിടെ ഞാൻ എടുത്ത് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ടൈം ഇസ് ഈക്വൽ ടു റോ എന്ന് വെച്ചാൽ ഡെൻസിറ്റി ഓഫ് ഐസ് ആണ്. LF എന്ന് വെച്ചാൽ ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ആണ്. x2 minus x1 square. ആദ്യം x1 square ആയിരുന്നു തിക്നെസ്, ഇനി ആദ്യം തിക്നെസ് ഇല്ലെങ്കിൽ 0 എന്നിടാം. അപ്പൊ x2 square മാത്രമേ ഉണ്ടാവത്തുള്ളൂ. x2 square ഫൈനൽ തിക്നെസ് ആണ് x2. K thermal conductivity, delta T the change in temperature. So the time taken for a particular thickness of ice to form on a lake or a pond in the equation ആണത്. അപ്പൊ ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക. Previously asked question ആണ്, so make sure you remember this. Okay. ഇനി അടുത്തത് റേഡിയേഷൻ. അതിന് കൺവെൻഷനെ കുറിച്ചൊരു പോയിന്റ് കൂടി പറഞ്ഞോട്ടെ. കൺവെൻഷൻ എന്ന് പറയുമ്പോൾ അവിടെ എഫക്ട് ഓഫ് ഗ്രാവിറ്റി കാരണമാണ് ഈ പ്രോസസ് ആക്ച്വലി നടക്കുന്നത്. ഇപ്പൊ ഓഷ്യൻ കറൻസ് അല്ലെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ ബ്രീസ്, വിൻഡ് ഫ്ലോ, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ കൺവെൻഷൻ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, റേഡിയേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ പ്രോസസ് ഇൻ വിച്ച് വി ഡോണ്ട് നീഡ് എ മീഡിയം ഫോർ ദാറ്റ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ സ്പീഡില് C is equal to 3 × 10⁻⁸ meter per second സ്പീഡിലാണ് റേഡിയേഷൻസ് പോകുന്നത്. Okay, and this radiation can heat up a body, right? അവിടെ മൂന്ന് കാര്യങ്ങൾ ഓർത്തിരിക്കണം. ഒന്ന് അബ്സോർപ്റ്റീവ് പവർ, രണ്ട് റിഫ്ലക്റ്റീവ് പവർ, അല്ലെങ്കിൽ മൂന്ന് ഒരു ട്രാൻസ്മിറ്റ്. അപ്പൊ മൂന്ന് ബോഡീസ് ആണ് പറയാൻ പോകുന്നത്. ഒന്ന് അബ്സോർബ് ചെയ്യുന്ന ഒരു ബോഡി, പെർഫെക്റ്റ്ലി അബ്സോർബ് ചെയ്യുന്ന ഒരു ബോഡി, രണ്ട് റിഫ്ലക്റ്റർ, മൂന്ന് ട്രാൻസ്മിറ്റർ. അപ്പൊ ഒരു പെർഫെക്റ്റ്ലി അബ്സോർബർ എന്ന് പറയുമ്പോൾ അബ്സോർപ്റ്റീവ് പവർ 1 വരണം. അപ്പൊ നമ്മൾ നോർമലി ഒരു കണ്ടീഷൻ ഇങ്ങനെ എഴുതാം: A അബ്സോർപ്റ്റീവ് പവർ, R റിഫ്ലക്റ്റീവ്, T transmittive. This will be equal to 1. ഈ കണ്ടീഷൻ 1 ആയിരിക്കണം. ഓക്കെ, നൗ ഒരു പെർഫെക്റ്റ്ലി ബ്ലാക്ക് ബോഡി ആണെങ്കിൽ അവന് കൊടുക്കുന്ന എല്ലാം അവൻ അബ്സോർബ് ചെയ്യും, ഒന്നും പുറത്തേക്ക് തരില്ല അല്ലെ. വിച്ച് മീൻസ് A should be equal to 1, R equal to 0, T is equal to 0. T ട്രാൻസ്മിറ്ററിന്റെ, R റിഫ്ലക്ടറിന്റെ. ഇനി പെർഫെക്റ്റ്ലി റിഫ്ലക്ടർ ആണെങ്കിൽ, പെർഫെക്റ്റ്ലി റിഫ്ലക്ടർ ആണെങ്കിൽ അവന്റെ R will be equal to 1. എന്താണ്? R will be equal to 1, T equal to 0, A equal to 0. അതുപോലെ പെർഫെക്റ്റ്ലി ട്രാൻസ്മിറ്റർ ആണെങ്കിൽ R is equal to 0, T is equal to 1, A is equal to 0. അപ്പൊ ഓർത്തിരിക്കുക, ട്രാൻസ്മിറ്റർ ആണെങ്കിൽ T equal to 1, റിഫ്ലക്ടർ ആണെങ്കിൽ, പെർഫെക്റ്റ് റിഫ്ലക്ടർ ആണെങ്കിൽ R equal to 1, ബ്ലാക്ക് ബോഡി ആണെങ്കിൽ എന്താണ്? പെർഫെക്റ്റ്ലി അബ്സോർബ് ചെയ്യും, എല്ലാം അബ്സോർബ് ചെയ്യും അല്ലെ. അപ്പൊ A is equal to 1. ഓക്കെ, ഇതും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, കീം 2018 വന്നിട്ടുണ്ട്. ഞാൻ ആ പേപ്പറിൽ ഡിസ്കസ് ചെയ്തിട്ടില്ല അത്, ബട്ട് ദിസ് ഇസ് എ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. അതുപോലെ നിരവധി എക്സാമിനേഷൻസിന് വരാൻ ചാൻസ് ഉള്ളതുമായ ഒരു ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, ഇതിങ്ങനെ തന്നെ ഈ വാല്യൂ പെർഫെക്റ്റ്ലി ബ്ലാക്ക് ബോഡിയുടെ എന്താണ് കണ്ടീഷൻ, അല്ലെങ്കിൽ റിഫ്ലക്ടറിന്റെ എന്താണ് കണ്ടീഷൻ, അല്ലെങ്കിൽ ട്രാൻസ്മിറ്ററിന്റെ പെർഫെക്റ്റ് ട്രാൻസ്ഫറിന്റെ എന്താണ് കണ്ടീഷൻ, അങ്ങനെയൊക്കെയാണ് ചോദിക്കുക. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ എഴുതിയിട്ടുള്ളത് അബ്സോർപ്റ്റീവ് പവറിന്റെ ഇക്വേഷൻ ആണ്. എനർജി അബ്സോർബ് ബൈ ദ എനർജി ഇൻസിഡന്റ്. അപ്പോ വരുന്ന എനർജി മൊത്തം അങ്ങ് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ അവനെ നമുക്ക് എന്ത് വിളിക്കാം? ബ്ലാക്ക് ബോഡി എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ എനർജി ഇൻസിഡന്റും എനർജി അബ്സോർബും ഈക്വൽ ആണെങ്കിലാണ് എന്ത് വരുന്നത്? A equal to 1 വരുന്നത്. ഓക്കെ, മറ്റൊരു ടേം എഴുതിയിട്ടുള്ളത് എമിസീവ് പവർ. എമിസീവ് പവർ എന്ന് പറഞ്ഞാൽ ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ഓർ ദി എനർജി പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈം എന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എമിസീവ് പവർ. ഇനി സ്പെക്ട്രൽ എമിസീവ് പവർ എന്ന് മറ്റൊരു ടേം ഉണ്ട്, സ്പെക്ട്രൽ എമിസീവ് പവർ. സ്പെക്ട്രൽ എമിസീവ് പവർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എമിസീവ് പവർ പെർ യൂണിറ്റ് വേവ് ലെങ്ത്. അപ്പോൾ എമിസീവ് പവർ പെർ യൂണിറ്റ് വേവ് ലെങ്തിനെയാണ് സ്പെക്ട്രൽ എമിസീവ് പവർ. ഈ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് ലാംഡ ഇട്ടുന്ന കേട്ടോ സ്പെക്ട്രൽ എമിസീവ് പവർ എന്ന് പറയുന്നത്. ഇനി
ഒരു ക്രിച്ചോഫ്സ് പറഞ്ഞ ഒരു കണ്ടീഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ the ratio of emissive power to the absorptive power will be same for all the bodies under a certain particular wavelength is used and when at a condition of particular temperature. And അത് എന്തിനോട് ഈക്വൽ ആയിരിക്കും എന്ന് അറിയോ? emissive power of a black bodyയോട് ഈക്വൽ ആയിരിക്കും given temperature and given wavelength. Okay, E by A value, emissive power by the absorptive power. ഓക്കെ, ഇത്രയും കണ്ടീഷൻസ് ക്ലിയർ ആണല്ലോ. അപ്പൊ ഇത് ഓർത്ത് വെക്കുക, പ്രീവിയസ് ആണ്, ഇതും പ്രീവിയസ് ഇയർ ആണ്. ഇത് കണ്ടീഷൻസ് ജനറൽ ആയിട്ട് ഓർത്ത് വെക്കുക, ഇവിടെ നിന്ന് വരാനുള്ള ചാൻസസ് അതെ. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. സോ ദർ ഇസ് നത്തിങ് ടു ലീവ് ബിഹൈൻഡ് ദർ. ഓക്കെ, മൂവിംഗ് ഓൺ ടു സ്റ്റെഫാൻസ് ലോ. സ്റ്റെഫാൻസ് ലോ ഇസ് ഗിവൻ ബൈ E is equal to sigma T raised to 4. E എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ എനർജി emitted per unit area per unit time. ഓക്കെ, അപ്പോ സിഗ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ വിളിക്കുന്ന സ്റ്റെഫാൻസ് കോൺസ്റ്റന്റ് എന്താണ്? വാല്യൂ 5.67 into 10 raised to -8. അപ്പൊ E is proportional to T raised to 4 ആണ്. നമ്മുടെ എമിസീവ് പവർ E അത് തന്നെ, the amount of heat energy transmitted per unit area per unit time. ഇനി ഇവിടെ എമിസിവിറ്റി എന്നൊരു ടേം ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒരു പെർഫെക്റ്റ്ലി ബ്ലാക്ക് ബോഡി ആണെങ്കിൽ എമിസിവിറ്റി വിൽ ബി ഈക്വൽ ടു 1. എമിസിവിറ്റിയുടെ വാല്യൂ നോർമലി ലൈസ് ബിറ്റ്വീൻ 0 and 1 എമിസിവിറ്റി. അപ്പോൾ നോർമലി നമുക്ക് ഈ കണ്ടീഷൻ യൂസ് ചെയ്ത് ഈ പ്രപ്പോർഷണൽ ടു T raised to 4 എന്ന കണ്ടീഷൻ യൂസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെഫാൻ ബോൾട്സ്മാൻസ് ലോ. അപ്പൊ സ്റ്റെഫാൻ ബോൾട്സ്മാൻ ലോ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ടേം കൂടി ആഡഡ് ബൈ T0, അതായത് സറൗണ്ടിങ് ടെമ്പറേച്ചർ കൂടി ഉണ്ടെങ്കിൽ, സറൗണ്ടിങ് ഒരു ടെമ്പറേച്ചർ T0 ആണെങ്കിൽ, ഓർ നമുക്ക് ഇങ്ങനെ പറയാം, ഒരു പെർഫെക്റ്റ്ലി ബ്ലാക്ക് ബോഡി അറ്റ് ടെമ്പറേച്ചർ T is enclosed in a black body of temperature T0. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഈ കണ്ടീഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ T raised to 4 minus T0 raised to 4 അല്ലെങ്കിൽ ആംബിയന്റ് ടെമ്പറേച്ചർ സറൗണ്ടിങ് ടെമ്പറേച്ചർ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കണ്ടീഷൻ വേണം ഉപയോഗിക്കാൻ. ഓക്കെ, സ്റ്റെഫാൻസ് ബോൾട്സ്മാൻസ് ലോ. ഓക്കെ, റൈറ്റ്. ഇനി വീൻസ് ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒബ്സർവ് ചെയ്ത് കാണും, ഒരു അയേൺ പീസ് ഒക്കെ എടുത്തു കഴിയുമ്പോൾ, ഈ വാക്കത്തി അരിവാളൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അവിടെ നമ്മൾ ഹോട്ട് അയേൺ ആക്ച്വലി ചേഞ്ചസ് കളർ. ഇരുമ്പൊക്കെ ചൂടാക്കുമ്പോൾ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് അവന്റെ കളർ മാറുന്നതായിട്ട് തോന്നും. അതായത് അവൻ എമിറ്റ് ചെയ്യുന്ന ലൈറ്റിന്റെ വേവ് ലെങ്ത്തിന്റെ ചേഞ്ച് ഉണ്ടാകും. ക്വസ്റ്റിന് വരാൻ പോകുന്നത് ഇങ്ങനെയാണ് കേട്ടോ, ഞാനിപ്പോ പറഞ്ഞതുപോലെ. അവൻ എമിറ്റ് ചെയ്യുന്ന ലൈറ്റിന്റെ വേവ് ലെങ്ത്തിന്റെ ചേഞ്ച് ഉണ്ടാവും, കളർ ചേഞ്ച് ഉണ്ടാവും. ആൻഡ് ദാറ്റ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ബൈ മേക്കിംഗ് യൂസ് ഓഫ് വീൻസ് ലോ. Lambda m into T is equal to B. T is the temperature, lambda is the wavelength. Temperature മാറുമ്പോൾ lambda മാറും, ടെമ്പറേച്ചർ കൂടുമ്പോൾ lambda കുറയും correspondingly. Okay, so B ന്റെ വാല്യൂ, വീൻസ് കോൺസ്റ്റന്റ് വാല്യൂ ഉണ്ട് 2.8 into 10 raised to -3. ഇതൊക്കെ വന്നിട്ടുള്ളതാണ്, വെരി ഇമ്പോർട്ടന്റ്. ഇനി അടുത്തത് സോളാർ കോൺസ്റ്റന്റ്. ഇതും ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്. സോളാർ കോൺസ്റ്റന്റ് സണ്ണിൽ നിന്ന് വരുന്ന സൺലൈറ്റിന്റെ പർട്ടിക്കുലർ ടെമ്പറേച്ചർ ഒക്കെ കണ്ടുപിടിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സോളാർ കോൺസ്റ്റന്റ്. എസ് ഒരു കോൺസ്റ്റന്റ് ആണ് ഒബിയസ്ലി. ഇനി R എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് സൺ, ക്യാപിറ്റൽ R എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഓഫ് ദ സൺ ഫ്രം ദ സെന്റർ ഓഫ് ദി എർത്ത്. ഓക്കെ, ഇനി സിഗ്മ നമ്മുടെ സ്റ്റെഫാൻസ് കോൺസ്റ്റന്റ് തന്നെ, മാറ്റമൊന്നുമില്ല, T the ടെമ്പറേച്ചർ. അപ്പൊ നമുക്ക് ഈ കണ്ടീഷൻ കൂടി ഒന്ന് ഓർത്ത് വെക്കുക. അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് എന്ന് പറയില്ല, പക്ഷെ വന്നാൽ ബി പ്രിപ്പയർഡ് വിത്ത് ദിസ് ഓൾസോ. ഓക്കെ, ഇനി അടുത്തത് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗിൽ നിന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഇറ്റ് ഇസ് വൺ ഓഫ് സിംപ്ലസ്റ്റ് ആൻഡ് ഇമ്പോർട്ടന്റ് ടോപ്പിക്. ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗിൽ 1-2-3 ലിമിറ്റേഷൻസ് ഉണ്ട്, അത് ആദ്യം പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സറൗണ്ടിങ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കണം, പിന്നെ കൂളിംഗ് റേറ്റ് ഒക്കെ കോൺസ്റ്റന്റ് ആണെങ്കിലാണ് നമുക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇവിടുത്തെ ഒരു അപ്രോക്സിമേറ്റഡ് ഇക്വേഷൻ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ആൻസർ കിട്ടുന്ന ഒരു അപ്രോക്സിമേറ്റഡ് ഇക്വേഷൻ ആണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ദ റേറ്റ് ഓഫ് ഹീറ്റ് ഫ്ലോ, അപ്പൊ ഇവിടെ T2 minus T1 by T ടൈം ആണ് കേട്ടോ. അപ്പൊ delta T by T, the rate of change in temperature is proportional to T1 plus T2 by 2 and average temperature minus T0 ambient temperature ആണ്. ഒന്നുകൂടെ പറയാം, T2 minus T1 by T proportional to T1 plus T2 by 2 minus T0. ഇതാണ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗിന്റെ കണ്ടീഷൻ. അപ്പൊ ഈ കണ്ടീഷൻ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കാം. ലെറ്റ്സ് ഡു എ ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ ദാറ്റ്. ഓക്കെ, അപ്പൊ ഐഡിയ ക്ലിയർ ആവും കേട്ടോ. Moving on to a question. A hot liquid kept in a beaker cools from 80 degrees Celsius to 70 degrees Celsius in 2 minutes. If the surrounding temperature is 30 degrees Celsius, then the time of cooling of the same liquid from 60 degrees Celsius to 50 degrees Celsius is. Okay, ഈ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? 80 to 70 2 മിനിറ്റ്സിൽ കൂളായി, 60 to 50 ആവാനുള്ള സമയം, സറൗണ്ടിങ് ടെമ്പറേച്ചർ 30 ആണ്. നമ്മുടെ കണ്ടീഷൻ കുഴപ്പം ഞാൻ പറഞ്ഞ കണ്ടീഷൻ യൂസ് ചെയ്യാം.
യൂസ് ചെയ്യുമ്പോൾ T2 minus T1 ഫോർമുല എഴുതിയേക്കാം. T2 minus T1 by time proportional to what? T1 plus T2 by 2 minus T0 ambient temperature. അപ്പൊ രണ്ട് ഇക്വേഷൻസ് ഫോം ചെയ്യണം. ഫസ്റ്റ് കണ്ടീഷൻ 80 minus 70 എത്രയാവും? 10 by time നമുക്ക് മിനിറ്റ്സിൽ തന്നെ കിടക്കട്ടെ, ഫൈനലി കൺവേർട്ട് ചെയ്യാം. 2 proportional to T1 plus T2 by 2 എന്ന് പറയുമ്പോൾ 80 plus 70 എന്ന് പറയുമ്പോൾ 150 by 2 എന്ന് പറയുമ്പോൾ എത്ര വരും? 75 minus T0 30 ആണ്. ഫൈൻ. ഇനി അടുത്ത കണ്ടീഷൻ ഇതാണ്. 60 minus 50 എത്രയാണ്? 10. T2 minus T1 അല്ലേ? 60 minus 50 10 by time അറിയത്തില്ല. Proportional to average എടുക്കാം. 60 plus 50 എന്ന് പറയുമ്പോൾ 110 divided by 2 എന്ന് പറയുമ്പോൾ 55. So 55 minus 30. Ambient temperature മാറ്റമൊന്നുമില്ല. രണ്ടിന്റെയും റേഷ്യോ എടുക്കുക. റേഷ്യോ ഇടുമ്പോൾ എന്ത് വരും? ഈ 10 ക്യാൻസൽ ആയി പോകും. അപ്പോൾ ടി മുകളിലേക്ക് വരുമ്പോൾ ടി ബൈ 2 which is equal to 75 minus 30 എത്രയാ? 45 അല്ലേ? divided by 55 minus 30 ആവും 25, right? So 5 ക്യാൻസൽ ചെയ്യാം. 5 ഇവിടെ 9 വരും. അങ്ങോട്ട് പോകുമ്പോൾ t is equal to 18 by 5 or 18 by 5 എന്ന് പറയുമ്പോൾ എത്രയാ? നമുക്കൊന്ന് മിനിറ്റിനെ സെക്കൻഡ് ആക്കി മാറ്റാം. ഒരു മിനിറ്റ് 60 സെക്കൻഡ്സ്. അപ്പൊ ഇൻറ്റു 60 കൂടി ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് എത്ര വർഷം പോകും? 12 വരും. അപ്പൊ 18 into 12, 8 is 16, 2 ones are 2, 3, 8 ones are 8, 1 ones are 1, 6, 1, 2. So the answer will be 216 seconds. അപ്പൊ എത്ര സമയം എടുക്കും? 216 seconds. ഓപ്ഷൻ നോക്കണം. മിനിറ്റിലാണെങ്കിൽ മിനിറ്റിൽ ചെയ്യണം, സെക്കൻഡിലാണെങ്കിൽ സെക്കൻഡിൽ ചെയ്യാം. അപ്പൊ here the answer is 216 seconds. എളുപ്പമല്ലേ? അപ്രോക്സിമേറ്റ് മെത്തേഡ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ എളുപ്പത്തിൽ അങ്ങ് ചെയ്ത് പോവാം. ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. The ratio of thermal conductivity of two rods of different material is 5:4. The two rods are of same area of cross section and same thermal resistance. They will have the length in the ratio. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എന്താ? സെയിം ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ സെയിം ആണ്. തെർമൽ കണ്ടക്ടിവിറ്റിയുടെ റേഷ്യോ പറഞ്ഞിട്ടുണ്ട് അല്ലെ? അതുപോലെ എന്തും സെയിം ആണ്, തെർമൽ റെസിസ്റ്റൻസും സെയിം ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ കണ്ടുപിടിക്കേണ്ടത് ലെങ്ത്തിന്റെ റേഷ്യോ ആണ്. എളുപ്പമല്ലേ? അപ്പോ കോൺസ്റ്റൻസ് ഒക്കെ ഇങ്ങോട്ട് പോരട്ടെ. സോ K1 K2 വേരിയബിൾസ് ആണ്, അവ കിടക്കട്ടെ. ലെങ്ത് ആണ് വേണ്ടത്. R മെയിൻ കോൺസ്റ്റന്റ് ആണ്, which means L is proportional to K എന്ന് കിട്ടും. Or L1 by L2 will be equal to K1 by K2 which is equal to 5/4, which is the answer. എളുപ്പമല്ലേ? അപ്പൊ തെർമൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഹീറ്റ് കറന്റ് കണ്ടീഷൻസ് ഒക്കെ ഓർത്ത് വെക്കുക. അത് തെർമൽ റെസിസ്റ്റൻസ് ആണ്, L/KA ഓർത്ത് വെക്കുക കേട്ടോ കണ്ടീഷൻ. അപ്പൊ ഇവിടെ എന്ത് എയും ആറും സെയിം ആണെന്ന് പറയുന്നതുകൊണ്ട് ഡയറക്റ്റ്ലി നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കലോറിമെട്രിയുടെ കൺസെപ്റ്റ്സും അതുപോലെ റേഡിയേഷൻ, ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് എല്ലാത്തിനും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. സമയം അനുസരിച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാതെ തിയറി മാത്രം ഇരുന്നുകൊണ്ട് ആൻസർ എക്സാം ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, നിങ്ങൾക്ക് തോന്നുന്നു എന്തുകൊണ്ടാണ് സാർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്? ബിക്കോസ് അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ന്യൂമറിക്കൽ പ്രാക്ടീസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഓക്കെ, അപ്പോ നീറ്റിന് ഹെൽപ്പിന് വേണ്ടി ഞാൻ ഓരോ ദിവസവും വരുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ ഒരു സെഷൻ ഉണ്ടാവും ഓൺ ക്വസ്റ്റ്യൻ പ്രാക്ടീസ്. ഓൾറെഡി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വിൽ കണ്ടിന്യൂ വിത്ത് ദാറ്റ് ഓൺ ദ പ്രോസസ്. ഓക്കെ, അപ്പൊ അത് കൂടാതെ യു ഹാവ് ടു ഡു എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എവറി സിംഗിൾ ഡേ. ഓക്കെ, സോ ഐ എം വൈൻഡിംഗ് അപ്പ് ദ ചാപ്റ്റർ നൗ. So in case you have any doubts, feel free to ask me. So till we meet again with the next video. Thank you.